ഒരു നാടിന്റെ കാർഷിക രംഗം ശോഭനമാകുവാൻ ആവശ്യമായ ഘടകങ്ങളിൽ സുപ്രധാനമാണ് ഗുണനിലവാരമുള്ള നടീൽ വസ്തുക്കൾ. സർക്കാർ വിത്തുൽപാദന കേന്ദ്രങ്ങളിലും കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളിലും മേഖലാ ഗവേഷണ കേന്ദ്രങ്ങളിലും കാർഷിക സർവകലാശാലയുടെ തോട്ടങ്ങളിലുമൊക്കെ വിത്തുൽപാദനവും തൈ ഉൽപാദനവുമൊക്കെ മുടക്കമില്ലാതെ നടക്കുന്നുണ്ട്. എങ്കിലും നമ്മുടെ മുഴുവൻ കൃഷി ആവശ്യങ്ങളും നിറവേറ്റാൻ ഇത് മതിയാകുന്നില്ല. സംസ്ഥാനത്ത് സ്വകാര്യ മേഖലയിൽ നിരവധി നഴ്സറികളും തങ്ങളുടേതായ രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഔദ്യോഗിക സംവിധാനങ്ങൾ പുലർത്തുന്ന കൃത്യതയും ശാസ്ത്രീയതയും ഇവിടങ്ങളിൽ പിന്തുടർന്നു കൊള്ളണം എന്നില്ല. ഇത്തരം ന്യൂനതകൾ പരിഹരിക്കുവാൻ സ്വകാര്യ നഴ്സറി ഫാം സംരംഭകരെ സ്വയം സജ്ജരും ബോധവാന്മാരുമാക്കുവാനും ഉത്തേജനവും പ്രോത്സാഹനവും നൽകുവാനും ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് കേരള സർക്കാർ കാർഷിക അവാർഡുകളുടെ കൂട്ടത്തിൽ കമേഴ്ഷ്യൽ നഴ്സറികൾക്കും പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. 2016-17 വർഷത്തെ ഏറ്റവും മികച്ച സ്വകാര്യ നഴ്സറിക്കുള്ള അവാർഡിന് അർഹമായ രായിരത്ത് നഴ്സറിയുടെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഈ സന്ദർഭത്തിൽ പ്രത്യേക പരാമർശം അർഹിക്കുന്നു. ആയിരത്തി 1998 രായിരത്ത് ഗാർഡൻസ് ആരംഭിക്കുന്നത്. ഇതിന്റെ ഉടമയും സംരംഭകനും എല്ലാം ആയ രായിരത്ത് സുധാകരന് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു പദ്ധതി മനസ്സിൽ ഉണ്ടായിരുന്നില്ല. അച്ഛന്റെ മരണത്തെ തുടർന്ന് കുടുംബ ചുമതല ഏറ്റെടുക്കേണ്ടി വന്ന പശ്ചാത്തലത്തിലാണ് സുധാകരന് വഴിമാറി ചിന്തിക്കേണ്ടി വരുന്നത്. രായിരത്ത് ഗാർഡൻസ് 1998 ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തത്. ഈ 98 ഇത് സ്റ്റാർട്ട് ചെയ്യണ സമയം ഒരു ചെറിയ കാരണമുണ്ട് ഞാൻ തിരികെ വരാൻ തന്നെ. കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ ചെറുപ്പത്തിൽ എൻ്റെ ഫാദർ മരിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഈ സ്ഥലങ്ങളുമൊക്കെ നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഫാദറിൻ്റെ ബിസിനസ് ഫാദറിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിയുടെയും നെല്ലിൻ്റെയൊക്കെ ഹോൾസെയിൽ മില്ലൊക്കെ ആയിരുന്നു. അപ്പോൾ വീട്ടിൽ മൂത്ത ആളെന്ന നിലയ്ക്ക് ഇത് കുറച്ച് നോക്കാനായിട്ട് ഞാൻ തന്നെ നിയോഗിക്കേണ്ടി വരുന്നു. അന്ന് ഞാൻ BSc സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്താണ്. ബോട്ടണിയാണ് എൻ്റെ ഐച്ഛികമായിട്ട്. എനിക്ക് സയൻസിനോട് ചെടികളോട് ഭയങ്കര താല്പര്യമാണ്. അപ്പം അങ്ങനെ ഫാദറിൻ്റെ ബിസിനസ് ഞാൻ കുറച്ച് കാലം കൊണ്ടു നടന്നിട്ടും പക്ഷേ എനിക്കതിനോട് നഷ്ടം വന്നിട്ടല്ല, എനിക്ക് ഇൻട്രസ്റ്റ് കുറച്ച് കുറഞ്ഞു. ആ ഫീൽഡിലേക്ക് ഇൻട്രസ്റ്റ് എനിക്ക് അത്ര അങ്ങോട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ചെടികളുടെ ലോകത്തേക്ക് വരികയാണ്. അങ്ങനെ ചെടികളുടെ ലോകത്തേക്ക് വരുമ്പോൾ ഈ മണ്ണുത്തി പരിസരത്ത് ഏകദേശം 250ഓളം നഴ്സറികൾ ഉള്ള സമയത്താണ് ഞാൻ കടന്നു വരുന്നത്, വലുതും ചെറുതായിട്ടുള്ളത്. മറ്റതിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ഉണ്ടാവണം. അങ്ങനെ ഞാൻ മെഡിസിനൽ പ്ലാന്റ്സിനെ സ്പെഷ്യലൈസ് ചെയ്തിട്ടാണ് എൻ്റെ നഴ്സറി ഒരു 50 സെൻറ്റിൽ തുടങ്ങിയത്. വളരെ 98 തുടങ്ങുന്ന സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ ഔഷധ സസ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവില്ല, ആൾക്കാരിത് പർച്ചേസ് ചെയ്യാൻ വരില്ല. ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ 2000 മെഡിസിനൽ പ്ലാന്റ് ബോർഡ് വന്നു. അപ്പോൾ അതിനെപ്പറ്റി ഒരു ബൂസ്റ്റിംഗ്, ഒരു അനക്കമൊക്കെ ആയി. അങ്ങനെ പിന്നെ ഞാൻ പിന്നാക്കമൊന്നും പോയില്ല. കാരണം നമ്മൾക്കിത് ഭാവിയിലിത് നല്ലൊരു സ്കോപ്പ് ഉണ്ടെന്നും പിന്നെ എനിക്കതിനോട് വളരെ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടും ഞാനത് പിന്നാക്കം പോവാതെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു. ബോട്ടണി ബിരുദധാരിയായ ഇദ്ദേഹത്തിന് ജോലി ലഭിക്കുവാനുള്ള സാധ്യതകളും വേണ്ടുവോളം ഉണ്ടായിരുന്നു. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ ഏറ്റെടുക്കേണ്ടി വന്ന കുടുംബഭാരമാണ് സുധാകരനെ ഒരു നഴ്സറി സംരംഭം തുടങ്ങുന്നതിന് പ്രേരിപ്പിച്ചത്. തൃശൂരിലെ കാർഷിക സർവകലാശാല പ്രവർത്തിക്കുന്ന മണ്ണുത്തിക്ക് സമീപം കുറേയധികം സ്വകാര്യ നഴ്സറികളുണ്ട്.
നന്നായി നടക്കുന്നവയും അല്ലാത്തവയും എല്ലാം. രായിരത്ത് ഗാർഡൻസിന് പിടിച്ചു കയറണമെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതകൾ കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് ആ യുവ സംരംഭകൻ മനസ്സിലാക്കി. ഔഷധ കൃഷിക്ക് ഊന്നൽ കൊടുക്കുവാൻ തീരുമാനിച്ചു. ആ പരീക്ഷണം വിജയിക്കുകയും ചെയ്തു. ഒത്തിരി റയർ ഫ്രൂട്ട്സ്, റയർ മെഡിസിനൽ, തോട്ടവിളകൾ, ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത്. അന്നും ചെറിയ രീതിയിൽ ഇതൊക്കെ നമ്മൾ ചെയ്തിരുന്നു. പക്ഷേ അതിൽ മെഡിസിനൽ പ്ലാന്റ്സിനെയാണ് സ്പെഷ്യലൈസേഷൻ ഞങ്ങൾ കൊടുത്തത്. അങ്ങനെ 2004 മുതൽ ഈ പറഞ്ഞ 2019 വരെ ഒത്തിരി അവാർഡുകൾ, 2016-17 കാലങ്ങളിൽ സ്റ്റേറ്റ് അവാർഡ്, അംബേദ്കറിൻ്റെ നാഷണൽ അവാർഡ്, പിന്നെ നക്ഷത്രവൃക്ഷം അവാർഡ്, ഏറ്റവും കൂടുതൽ നക്ഷത്രവൃക്ഷങ്ങൾ അമ്പലങ്ങളിലും സ്കൂളുകളിലും പള്ളികളിലും എല്ലാ ഭാഗത്തേക്കും ഒരു അവയർനെസ് കൊടുക്കാനായിട്ട് രായിരത്താണ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. തൃശൂർ ജില്ലയിൽ ഉൾപ്പെട്ട പട്ടിക്കാട് ഗ്രാമത്തിലെ വെള്ളാനിമലയുടെ താഴ്വാരത്ത് 8 ഏക്കറോളം വരുന്ന വിശാലമായ ഫലഭൂയിഷ്ടമായ ഭൂമിയിലേക്കാണ് രായിരത്ത് ഗാർഡൻസ് നമ്മെ ക്ഷണിക്കുന്നത്. വൃത്തിയായും ആകർഷകമായും സൗന്ദര്യ ബോധത്തോടെയും സംവിധാനം ചെയ്തിരിക്കുന്ന ഗ്രീൻ ഹൗസുകളും സസ്യനിരകളും അപൂർവ സസ്യങ്ങളുടെ ആധികാരികമായ ഒരു വൻ ശേഖരം നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. രായിരത്ത് ഗാർഡൻസിൽ പലതരം റയർ ഫ്രൂട്ട്സ്, റയർ മെഡിസിനൽ, പിന്നെ നമുക്ക് തോട്ടവിളകൾ, അപൂർവങ്ങളായിട്ടുള്ള പലതരം തോട്ടവിളകളും എല്ലാം ഉൽപ്പാദിപ്പിച്ച് ഞങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. അതൊക്കെ എല്ലാം ഓരോ കാറ്റഗറിയിലും ഞങ്ങൾ ഓരോ സ്പെഷ്യലൈസേഷൻ കൊടുക്കുകയാണ്. ഇപ്പം മെഡിസിനൽ പ്ലാന്റ്സിനെ പറ്റി പറയുമ്പോൾ അതിൽ തന്നെ നമുക്കൊരു 3-4 തരം വെറൈറ്റികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്നോ ബൊട്ടാണിക് പ്ലാന്റ്സ്, എത്നോ ബൊട്ടാണി എന്ന് പറഞ്ഞാൽ ആദിവാസി ശാസ്ത്രം, എത്നോ ബൊട്ടാണിക് പ്ലാന്റ്സ്, പിന്നെ സിംഗിൾ ഡ്രഗ് പ്ലാന്റ്സ്, ഒറ്റമൂലികളായ ചെടികൾ, പിന്നെ ഹോളി പ്ലാന്റ്സ്, പിന്നെ പ്രോഫിറ്റ് അഷ്യൂർ ചെയ്യുന്ന പ്ലാന്റ്സ്, ഇങ്ങനെയുള്ള ഒത്തിരി വെറൈറ്റി കാറ്റഗറി പ്ലാന്റ്സാണ് നമ്മളിവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. ഇനങ്ങൾ തിരിച്ച് കാഴ്ചക്കാർക്ക് എളുപ്പം മനസ്സിലാവുന്ന രീതിയിൽ ബോർഡുകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. സ്വയമേവ സന്ദർശകർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നവയും അവർക്ക് വഴി കാണിക്കുന്നവയുമായ ഇവ ഫാമിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു. ഇവിടെ വന്നെത്തുന്നവരിലേക്ക് ഹരിത സന്ദേശം കൈമാറുന്ന ബോർഡുകളും ഉണ്ട്. ദശപുഷ്പങ്ങൾ, രാശിവൃക്ഷങ്ങൾ, ജന്മനക്ഷത്ര വൃക്ഷങ്ങൾ, നാൽപ്പാമര ദശമൂലക്കൂട്ടുകൾ എന്നിങ്ങനെ വിവിധ ഇനം സസ്യങ്ങളുടെ വകതിരിവുകൾ വ്യക്തമാക്കുന്ന പ്രദർശന പലകകളും കൗതുകവും ജിജ്ഞാസയും ഉണർത്തുന്ന തരത്തിൽ പലയിടങ്ങളിലായി ക്രമീകരിച്ചിരിക്കുന്നു. ഈ കാണുന്നതാണ് നമ്മൾ നക്ഷത്രവൃക്ഷങ്ങൾ. അത് ഞങ്ങളിവിടെ നഴ്സറിയിൽ എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡിൽ ഒരുമിച്ച് 27 എണ്ണം നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. അശ്വതി, കാഞ്ഞിരം, ഭരണി, നെല്ലി, അങ്ങനെ ഓരോ നാളിനും ഓരോ വൃക്ഷങ്ങളുണ്ട്. ഇപ്പം എൻ്റെ നാൾ പൂരാണ്, പൂരത്തിൻ്റെ പ്ലാഷാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സങ്കല്പമാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ടത് എത്രത്തോളം അതിലേക്ക് അതിൻ്റെ ആ കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് മൊത്തം പറയാൻ പറ്റില്ല. പഴയ കാലത്ത് വെച്ച് ഒരു സന്ദർശനയിൽ ആയുസ്സും ഐശ്വര്യവും സമ്പത്തും വർദ്ധിക്കും. അവരവരെന്നെ ഇത് നട്ട് അവരവരെന്നെ പരിപാലിക്കണം. അപ്പോൾ അവർക്കത് കിട്ടുന്നതാണ് ഒരു വിശ്വാസം. ഇതിൽ ഭൂരിഭാഗവും ഇതിൻ്റെ ഒരു 95% മരങ്ങളാണ്. പെരുക്ക് എന്നുകൊണ്ട് ഒരു ചെടിയുണ്ട്. അത് മരമല്ല, അതൊരു കുറ്റിച്ചെടി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വലുപ്പമായിട്ട് നിൽക്കും. ഒരു സെമി ആയിട്ടുള്ള ഒരു മരമാണ്. മരം എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ കുറ്റിച്ചെടി. ബാക്കിയെല്ലാം 95%ഉം ഇതിൽ മരങ്ങളാണ്.
അത് പലതും നമുക്ക് റയർ പ്ലാന്റ്സുകളുണ്ട്, പലതും നമുക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളതുണ്ട്. പ്രത്യേകിച്ച് ഈ 4 വെറൈറ്റികൾ, ഫൈക്കസ് ബംഗാലൻസിസ് എന്ന് പറഞ്ഞ പേരാൾ, റിലീജിയോസ എന്നൊക്കെ പറഞ്ഞ ഒത്തിരി വെറൈറ്റികളുണ്ട്, ഫൈക്കസ് ജിബോസ, അങ്ങനെ ഒത്തിരി സ്പീഷീസുകൾ നമ്മൾ ലെയർ ചെയ്തിട്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഉണ്ടാക്കാൻ അതുപോലെ തന്നെ വയ്യങ്കത, ഫ്ലക്കോഷ്യ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര റയറാണ് ആ പ്ലാന്റുകളൊക്കെ. അതൊക്കെ ഉണ്ടാക്കാൻ വന്നി, നമ്മൾ വന്നി സാധാരണ ഗണപതി അമ്പലങ്ങളിലൊക്കെ കാണും, ഗണപതി പൂജകളൊക്കെ തമിഴ്നാട്ടിൽ വന്നിക്ക് ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഹോളി ആയിട്ടുള്ള വളരെ റയറായിട്ടുള്ള പ്ലാന്റ്സാണ് 27 ജന്മ നക്ഷത്രങ്ങൾക്ക് വരുന്നത്. സസ്യ ഇനങ്ങളിലെ വൈവിധ്യം തന്നെയാണ് രായിരത്ത് നഴ്സറിയുടെ സവിശേഷത. തോട്ടവിളകൾ, നാണ്യവിളകൾ എന്നിവ കൂടാതെ സാധാരണ കാർഷിക വിളകളുടെയും മേൽത്തരം നടീൽ വസ്തുക്കൾ മറ്റേതൊരു വൻകിട നഴ്സറിയിലും ലഭ്യമാകുന്നതുപോലെ ഇവിടെയും സുലഭം. രായിരത്ത് ഒത്തിരി വെറൈറ്റി പ്ലാന്റ്സുകൾ, ഫ്രൂട്ട് പ്ലാന്റ്സ്, പലതരം ഇപ്പോൾ ഗാർഡൻ തോട്ടവിളകളെന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെറൈറ്റികൾ തെങ്ങ്, ടീൻഡുടി, അതുപോലെ തന്നെ കുറ്റ്യാടി തെങ്ങുകൾ, ചെന്തങ്ങ്, അത്തരം. പിന്നെ കമുങ്ങിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്റർമംഗള, മോഹിത്ത് നഗർ, പിന്നെ ഏറ്റവും നല്ല കാസർഗോഡൻ ഏറ്റവും നല്ല നാടൻ കമുങ്ങുകൾ. ഇതുപോലെ ജാതിയിൽ തന്നെ ഒത്തിരി വെറൈറ്റി ജാതികൾ, നമുക്ക് ഹൈ ഈൽഡിങ് ആയിട്ടുള്ള വെറൈറ്റി ജാതികൾ. കുരുമുളകിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കുരുമുളകിനെ ഒരിക്കലും വിൽട്ട് വരാത്ത കൊളുബ്രിനത്തിൽ ഗ്രാഫ്റ്റ് ചെയ്യണ ഒത്തിരി വെറൈറ്റി, പന്നിയൂര്, കരിമുണ്ട, അതുപോലെ തന്നെ പെപ്പർ തെക്കൻ, ഇതുപോലെ കുമ്പൂക്കൻ എന്നൊരു വെറൈറ്റി ഇപ്പോൾ പുതുതായിട്ട് ഇറങ്ങിയതാണ്. അത്തരം പ്ലാന്റുകളൊക്കെ രായിരത്ത് സാധാരണ കുരുമുളക് കവറിൽ ചെയ്യണ പോലെ തന്നെ ഈ ഗ്രാഫ്റ്റ് കുരുമുളക് അതാണ്. അതുപോലെ ബുഷ് പെപ്പർ നമുക്ക് കരിമുണ്ടയുടെയും പന്നിയൂരിൻ്റെയും ഒത്തിരി വെറൈറ്റി പ്ലാന്റുകൾ ബൾക്ക് ഞങ്ങൾ മൊത്തമായിട്ട് ഉൽപ്പാദിപ്പിച്ച് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും, കേരളത്തിൽ വെളിയിൽ ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് അപ്രൂവ്ഡ് നഴ്സറി ആയതുകൊണ്ട് കൃഷിഭവനും എല്ലാവർക്കും ഞങ്ങൾ സപ്ലൈ ചെയ്യണം. അത്തരത്തിലുള്ള പിന്നെ മാവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി വെറൈറ്റി, ഒരു 10, 25, 30 തരം മാവുകൾ തന്നെ നമുക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളതും, അതുപോലെ തന്നെ ഇപ്പം നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള പുതുതായിട്ട് വരുന്ന ചില മാവുകൾ. കാരണം കൊക്കനട്ട് മാംഗോ, ശരിക്കും നാളികേരം പൊതിക്കാത്ത നാളികേരത്തിൻ്റെ വലിപ്പമുള്ള മാംഗോ, റെഡ് മാംഗോ, അതുപോലെ തന്നെ ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുളമ്പ്, അതുപോലെ തന്നെ ഗുദാദത്ത്. പിന്നെ നമ്മൾ പിക്കിളിനൊക്കെ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കച്ചാറിടാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നാട്ടുമാവില്ല ചന്ദ്രക്കാരൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടുമാങ്ങയ്ക്കും മാമ്പഴ പുളിശ്ശേരിക്കും ഏറ്റവും, മറ്റുള്ള മാവുകൾ അങ്ങനെ അത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കില്ല. അത്തരം മാവുകൾ മൊത്തമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇതുകൂടാതെ പ്ലാവിൻ്റെ തന്നെ ഒരു 10, 25, 30 വെറൈറ്റികൾ ഒറ്റ കൊല്ലം കൊണ്ട് കായ്ക്കുന്ന വിയറ്റ്നാം ഏളി ചാക്ക്, രുദ്രാക്ഷത്തിൻ്റെ വലിപ്പമുള്ള ചക്ക, അതുപോലെ തന്നെ ഡങ് സൂര്യ, ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വറക്കാനായിട്ട് ഇന്ന് കമേഴ്സ്യലായിട്ട് കൃഷി ചെയ്യുന്ന J33, അത്തരം സിന്ദൂര വരിക്ക, അങ്ങനെയുള്ള സീരീസിലുള്ള. പിന്നെ നമുക്കിന്ന് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് പശയില്ലാത്ത ഗംലെസ് ജാക്ക്, ഏറ്റവും മധുരമാണ്. അതിൻ്റെ പശയില്ല എന്നല്ല പ്രധാനം, അതിൻ്റെ മധുരമാണ് ഏറ്റവും പ്രധാനം. ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഗംലെസ് ജാക്ക്, അങ്ങനെ ഒത്തിരി വെറൈറ്റി പ്ലാന്റുകൾ ഓരോ കാറ്റഗറിയിൽ ബൾക്ക് ഉൽപ്പാദിപ്പിച്ച് ഇന്ത്യക്ക് മൊത്തം സപ്ലൈ ചെയ്യുന്ന നഴ്സറിയാണ് രായിരത്ത്. പിന്നെ വലിയ വലിയ മാവുകൾ നമുക്ക് 10 അടി 12 അടി വരെ ഉയരമുള്ള മാവുകൾ വരെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. തെങ്ങ്, കവുങ്ങ്, മാവ്, പ്ലാവ്, പുളി എന്നിങ്ങനെയുള്ള ഫലവൃക്ഷങ്ങളും കുരുമുളക്, ഇഞ്ചി, ജാതി, കുറ്റിക്കുരുമുളക് എന്നിവയും ഒരു വശത്ത്. നേന്ത്രൻ, ചെങ്ങാലിക്കോടൻ, സ്വർണ്ണമുഖി എന്നീ വാഴയിനങ്ങളും ഒപ്പം തന്നെയുണ്ട്. അപൂർവങ്ങളും വിദേശികളുമായ ഫലവൃക്ഷങ്ങളുടെ ഒരു വൻ ശേഖരം വേറെയുമുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട്, മിറാക്കിൾ ഫ്രൂട്ട്, ഡുരിയൻ, പുലാസാൻ, ലോങ്കൻ, ജബോട്ടിക്ക, ഇലന്ത, നോന, എലിഫന്റ് ആപ്പിൾ, മുസംബി, സ്ട്രോബെറി എന്നിവയും പിന്നെ വടുകപ്പുളി,
ഇരുമ്പൻപുളി, കടപ്ലാവ്, നാരകം എന്നീ നാടൻ വൃക്ഷങ്ങളും മധുര അമ്പഴം, കുരുവില്ലാത്ത ഞാവൽ, കിലോപേര എന്നിങ്ങനെ അപൂർവ ഫലവൃക്ഷങ്ങളുടെ ലിസ്റ്റ് നീളുന്നു. എന്നാൽ തന്റെ ഫാമിന്റെ പ്രത്യേകതയായി രായിരത്ത് സുധാകരൻ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നവയായി വേറെയും ചിലതുണ്ട്. അമൂല്യങ്ങളായ ഔഷധ സസ്യങ്ങൾ, ജന്മനക്ഷത്ര രാശി വൃക്ഷങ്ങൾ, എത്നോ ബൊട്ടാണിക് സസ്യങ്ങൾ, ഹോളി ട്രീസ് എന്നിങ്ങനെയുള്ളവ. ഇത് മാത്രമല്ല, ഒത്തിരി കാര്യങ്ങൾ. ഇപ്പോൾ നവഗ്രഹം, രാശി എല്ലാം രായിരത്തിലുണ്ട്. ഞങ്ങളിത് ഒത്തിരി സ്ഥലത്ത് കേരളമല്ല, കേരളത്തിന് വെളിയിലും ബൾക്കായിട്ട് സപ്ലൈ ചെയ്യുന്ന നഴ്സറിയാണ്. അപ്പോൾ ഇതിനോട് ഇൻട്രസ്റ്റ് വരാൻ കാരണം എന്തെങ്കിലും ഒരു വ്യത്യാസം വേണം. രായിരത്തിനെ മറ്റ് നഴ്സറികളിൽ നിന്ന് വൈ രായിരത്ത് ഗാർഡൻ ഈസ് ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ് എന്നുള്ള ഒരു സംഭവം ഇതിലേക്ക് വരണം. അങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒത്തിരി റയറായിട്ടുള്ള പ്ലാന്റ്സ് ഡെവലപ്പ് ചെയ്യാനും ഈ ആസ്ട്രോളജിക്കൽ പ്ലാന്റ്സിൻ്റെ ഈ സെക്ഷനിലേക്ക് വരാനും കാരണം. മുള്ളാത്ത ലക്ഷ്മി തരു ഗുഗുലു, ആടലോടകം രുദ്രാക്ഷം അയ്യപ്പാന, ദന്തപ്പാല, കറ്റാർവാഴ ശതാവരി ബ്രഹ്മി, ചിറ്റരത്ത തിപ്പലി ഇരുവേലി എന്നിങ്ങനെ തന്റെ പക്കലുള്ള മരുന്നുചെടികളുടെ ശേഖരം സുധാകരൻ വൻതോതിൽ വളർത്തിയെടുത്തിരിക്കുന്നു. തന്റെ ഫാമിന്റെ പ്രത്യേകതയായി രായിരത്ത് സുധാകരൻ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നവയായി വേറെയും ചിലതുണ്ട്. അമൂല്യങ്ങളായ ഔഷധ സസ്യങ്ങൾ, സിംഗിൾ ഡ്രഗ് പ്ലാന്റ്സ് എന്ന് വെച്ചാൽ ഈ ഒറ്റമൂലികളായിട്ടുള്ള ഒരു വൈദ്യൻ്റെ സഹായം ഇല്ലാതെ നമുക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒറ്റമൂലികളായ ചില പ്ലാന്റ്സിന് കുറച്ചുകൂടെ തന്നെ പരിചയപ്പെടുത്താം. ഏറ്റവും കൂടുതൽ നമുക്ക് പൈൽസ് രോഗത്തിന് അയ്യപ്പാന എന്ന് പറഞ്ഞ ഒരു ചെടിയുണ്ട്. അത് ഒരു ഷെർബാണത്, ഇപ്പറ്റോറിയൻ ട്രിപ്പിളിനർവേ. ഇതിൻ്റെ ഇല വെറുതെ നമുക്ക് കഴിച്ചാൽ 5 ഇല കാലത്ത് വൈകുന്നേരം കഴിച്ചാൽ ഒരുമാതിരി തരം പൈൽസ് രോഗമൊക്കെ പോകും. പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള നമ്മുടെ ത്വക്ക് രോഗം, മരുന്ന് കണ്ട് കഴിച്ചാൽ വരെ മാറാത്ത ഈ ശരീരം മുഴുവൻ ഇങ്ങനെ തടിച്ച് പൊന്തിയിട്ടുള്ള സോറിയാസിസ് എന്ന് പറഞ്ഞ ഒരു രോഗത്തിന് ഏറ്റവും കൂടുതൽ നമുക്ക് ദന്തപ്പാല, റൈറ്റിയ ടിങ്ക്ടോറിയ എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് ഉണ്ട്. അതിൻ്റെ ഇല 1:1 റേഷ്യോ, 1 കിലോ ഇല 1 കിലോ വെളിച്ചെണ്ണയിൽ, 1/2 കിലോ എടുക്കണമെങ്കിൽ 1/2 കിലോ വെളിച്ചെണ്ണയിൽ വെയിലത്ത് വയ്ക്കുക. ഒരാഴ്ച കഴിയുമ്പോൾ ആ വെളിച്ചെണ്ണ വയലറ്റ് നിറാവും. അത് ശരീരത്തിൽ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് സോപ്പ് ഉപയോഗിക്കരുത്, കാരണം അതിൽ കെമിക്കലുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ മറ്റേ ഈ പയറുപൊടി, കുട്ടികളെയൊക്കെ കുളിപ്പിക്കണ പോലെ പയറുപൊടി അങ്ങനത്തെ സാധനം കൊണ്ട് കഴുകിക്കളഞ്ഞ് അത് വളരെ ഗുണം ചെയ്യണമാണ്. മരുന്ന് കൊണ്ട് കഴിച്ചാൽ മാറാത്ത അത്തരം അസുഖങ്ങൾക്ക് ഏറ്റവും ഗുണം ചെയ്യണം. പിന്നെ നമ്മളിപ്പോൾ ഈ ഷുഗറില്ലാത്ത ഈ പ്രമേഹ രോഗികളല്ലാത്തൊരു വളരെ റെയറാണ് ഇന്നത്തെ കാലാവസ്ഥയിൽ. ഇന്നത്തെ പല ഈ ഭക്ഷണത്തിൽ കൂടേണ്ട തെറ്റായ പല കാര്യങ്ങളും വിഷവും ഒക്കെ കൂടി. അപ്പോൾ അതിനിപ്പോൾ തായ്ലൻഡിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ടൈനോസ്പോറ ക്രിസ്പ, ടൈനോസ്പോറ കോഡിഫോളിയ എന്ന് പറഞ്ഞാൽ ചിറ്റമൃത്, അതേ കുടുംബത്തിൽപ്പെട്ട ടൈനോസ്പോറ ക്രിസ്പ വെറുതെ നമുക്കൊരു 3 ഇഞ്ച് നീളത്തിൽ അതിൻ്റെ തണ്ടെടുത്തിട്ട് നമ്മൾ ചതച്ച് തലേദിവസം വൈകുന്നേരം ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിലിട്ടിട്ട് വെളിച്ചാകുമ്പോൾ അധികാലത്ത് ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ കഴിക്കുക, ചൂടുവെള്ളം ഈ തണ്ടിട്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ അരിപ്പയിൽ എടുത്തിട്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നത്, കുടിക്കുന്നത്. ആ അരിപ്പേനെ പിന്നെയും വെള്ളത്തിലിട്ടിട്ട് ഒരു 4 മണി നേരത്ത് പിന്നെ ഒരു പ്രാവശ്യം കൂടി നമുക്ക് കഴിക്കാം. അങ്ങനെ കഴിക്കുമ്പോൾ ഷുഗർ കണ്ടമാനം കുറഞ്ഞതായിട്ട് അനുഭവമുണ്ട്. ആ ഒരു പ്ലാന്റ് വളരെ റെയറാണ്. അത്തരത്തിലുള്ള ഈ ഒറ്റമൂലികളായിട്ടുള്ള ഒത്തിരി പ്ലാന്റ്സുകൾ നമ്മൾ രായിരത്തിലുണ്ട്. ഇവയോട് ചേർത്ത് വെക്കേണ്ടവയായി ഇനിയും സസ്യവിശേഷങ്ങളുണ്ട്. വിഷചികിത്സയ്ക്ക് ഉത്തമമായ അണലിവേഗം, ഭൂതം കൊല്ലി, വിഷമൂലി എന്നിവ.
പിന്നെ വിവിധ രോഗങ്ങൾക്ക് ഔഷധമായ ചുവന്ന ഇനം കറ്റാർവാഴയും ആദിവാസികളുടെ തനത് സസ്യമായ ആരോഗ്യപ്പച്ചയും. അതെ, സസ്യവൈവിധ്യം കൊണ്ട് സമൃദ്ധമാണ് രായിരത്ത് ഗാർഡൻസ്. ഇപ്പോൾ എത്നോ ബൊട്ടാണിക് പ്ലാന്റ്സിൽ ഞാൻ വേണമെങ്കിൽ ഒന്നോ രണ്ടോ പ്ലാന്റിനെ പറ്റി ഞാൻ പറയാം. കാരണം ഈ പാമ്പുവശത്തിൽ നിന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഔഷധ പ്രതിവിധിക്ക് കണ്ടുപിടിച്ച അണലിവേഗം പിറ്റോസ്പോറം ടെട്രാസ്പെർമം എന്ന് പറഞ്ഞ ആ ഒരു ചെടി നമ്മുടെ അപൂർവങ്ങളായ ഈ കാടുകളിൽ, കാരണം നമ്മുടെ ഈ പരിസരത്തുള്ള കാടുകളിൽ ഇല്ല അധികം. ഇത് കൂടുതൽ കാണുന്നത് ഇടുക്കി പോലത്തെ കൊടും കാടുകളിൽ കാണുന്ന ഒരു പ്ലാന്റാണ്, ഒരു മരമാണത്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രൈബൽസിന് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമുക്ക് പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനും അല്ലെങ്കിൽ നമ്മളെ പെട്ടെന്ന് കൊണ്ടുപോകാനും അവരെത്തി നമുക്കത് അതിനുള്ള ചികിത്സ നേടാനൊക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ ട്രൈബൽസ് എന്ന് പറഞ്ഞാൽ കാടിൻ്റെ ഏറ്റവും ഇൻറ്റീരിയറായിട്ട് കിടക്കുന്ന ആൾക്കാരാണ്, ഉള്ളിലോട്ട് കിടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കൊരു പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ഒക്കെ വിഷമുള്ള പാമ്പുകളാണ് ഏറ്റവും കൂടുതൽ കാട്ടിലുള്ളത്. എത്രയും പെട്ടെന്ന് ചികിത്സ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് മൃത്യു മരിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ തൊലിയാണ്, ബാർക്കാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഈ പാമ്പുവശത്തിന് ഉപയോഗിക്കുന്നത്. ആ ബാർക്ക് കൊണ്ടുവന്ന് ഈ മുറിവായിൽ ഒഴിച്ചു കൊടുക്കും. പിന്നെ അത് പാലിൽ മിക്സ് ചെയ്തിട്ട് കുടിക്കാൻ കൊടുക്കും. വിത്തിൻ 2 hours 2 മണിക്കൂറിനുള്ളിൽ യാതൊരു കുഴപ്പമില്ലാതെ ഈ രോഗി എണീച്ച് നടക്കുന്നതാണ് പറയുന്നത്. അത്ര പവർഫുള്ളാണ് ഈ ചെടി, അല്ല ഈ മരം. പിറ്റോസ്പോറം ടെട്രാസ്പെർമം എന്ന അണലിവേഗം ഞങ്ങൾ ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് ഇവിടെ ഒത്തിരി പേർക്ക് കൊടുക്കുന്നുണ്ട്. പലതും നമ്മൾ തെറ്റായ രീതിയിലുണ്ട്, അത് നമുക്ക് അതിലേക്ക് പോകുന്നില്ല. അങ്ങനെ ഒരു ചെടിയാണ് ഈ എത്നോ ബൊട്ടാണിക് പ്ലാന്റിലെ ഒരെണ്ണം. പറയാൻ പോകുന്നത് ഈ ആരോഗ്യപ്പച്ച, ആരോഗ്യത്തിന് പച്ച പിടിപ്പിക്കുക. ട്രൈക്കോപ്പസ് സൈലാനിക്കസ് എന്ന് പറഞ്ഞ ബൊട്ടാണിക്കലിലും അറിയപ്പെടുന്ന അഗസ്ത്യകൂട പർവ്വതത്തിൽ, ഇവിടുത്തെ കാടുകളിലൊന്നും കാണില്ല, അഗസ്ത്യമുനി തപസ്സിരുന്ന അഗസ്ത്യകൂട പർവ്വതത്തിൽ ഇതിനെന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പൂവും കായും കഴിച്ചാൽ 2 ആഴ്ചയ്ക്ക് ഭക്ഷണമൊന്നും കഴിക്കേണ്ട, തീരെ വിശക്കില്ല. പക്ഷേ അതിപ്പോൾ ഈ കാണി സമുദായക്കാർ TBGRI തിരുവനന്തപുരത്ത് ഇതിനെപ്പറ്റിയൊക്കെ പരീക്ഷണം എല്ലാ എക്സ്പെരിമെൻറ്റും നടത്തുന്ന അവരായിട്ട് മിങ്കിൾ ചെയ്ത് ഈ ചെടി കൊണ്ടുവന്ന് ഇപ്പോൾ ജീവനി എന്നുള്ള ഔഷധം ഉണ്ടാക്കിയിരുന്നു. ആ ജീവനി നമുക്ക് ഔഷധം ഉണ്ടാക്കി. വിത്താനിയ സോമനിഫറ എന്ന് പറയുക അമുക്കുരവും ഈ ജീവനിയും കൂടിയിട്ട്, അല്ല അമുക്കുരവും ഈ ആരോഗ്യപ്പച്ച എന്ന് പറഞ്ഞ ട്രൈക്കോപ്പസ് സൈലാനിക്കസ് എന്ന മരവും ഒരു ബുഷായിട്ടുള്ള ചെറിയൊരു ചെടി, കുറ്റിച്ചെടിയാണ്, മിക്സ് ചെയ്തിട്ട് ജീവനി ഔഷധം ഉണ്ടാക്കി. അടുത്ത് നമ്മൾ ഹോളി പ്ലാന്റ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രുദ്രാക്ഷം, ഇലിയോകാർപ്പസ് ഗാനിട്രസ് എന്ന് പറഞ്ഞ രുദ്രാക്ഷം, അതുപോലെ തന്നെ ശിംശിബ, സീതയെ രാവണൻ കട്ടുകൊണ്ടുവന്ന് അശോകവനത്തിൽ ഈ മരത്തിൻ്റെ ചോട്ടിലാണ്. വളരെ റെയറാണ് ശിംശിബ, അംബർഷ്യ നൊബിലിസ് എന്ന് പറഞ്ഞ ഈ പ്ലാന്റ്. അത്തരത്തിലുള്ള പ്ലാന്റ്സും നമ്മൾ മൾട്ടിപ്പിൾ ചെയ്ത് കർഷകർക്കും നമ്മളെ അന്വേഷിച്ച് വരുന്നവർക്കും നമ്മളെ കൊടുക്കാറുണ്ട്. പിന്നെ അതുകൂടാതെ പ്രോഫിറ്റ് അഷ്യൂർ ചെയ്യുന്ന പ്ലാന്റ്സ്, ലാഭകരമായി കൃഷി ചെയ്യാവുന്ന, അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലാസ് കൊടുത്ത്, ഇപ്പോൾ കൊടിവേലി, ഇതൊക്കെ ഇൻ്റർക്രോപ്പ് കൾട്ടിവേഷനാണ്. കൊടിവേലി അല്ലെങ്കിൽ കച്ചോലം അല്ലെങ്കിൽ നീലമരി, അടപതിയൻ, ഇത്തരത്തിലുള്ള പ്ലാന്റുകൾ എവിടെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യണം, എങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യണം എന്നതിനെ പറ്റി ക്ലാസ്സുകളൊക്കെ ഞങ്ങളിവിടെ അവർക്ക് കൊടുക്കാറുണ്ട്. അതൊക്കെ ഞങ്ങളിവിടെ ബൾക്ക് ഉൽപ്പാദിപ്പിച്ച് കേരളത്തിന് വെളിയിലും കേരളത്തിലും ഒക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട്. കൃഷികാര്യങ്ങളിലും ഒട്ടുതൈ നിർമ്മാണത്തിലും ഗ്രീൻ ഹൗസ് പരിപാലന രീതികളിലും വിദഗ്ധരാണ് ഇവിടുത്തെ ജോലിക്കാർ. ഹൈടെക് കൃഷിയെക്കുറിച്ചുള്ള സാങ്കേതിക ജ്ഞാനം വേണ്ടത്രയുള്ള പരിചയസമ്പന്നമായ ഈ കരങ്ങളാണ് രായിരത്ത് ഗാർഡൻസിന്റെ പിൻബലം.
ഇവരാണ് ഈ നഴ്സറി ഫാമിലെ ഉൽപാദന കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാർ. ടിഷ്യൂ കൾച്ചർ, വാഴത്തൈകളുടെ ഹാർഡനിംഗ് പോലുള്ള ഉയർന്ന സൂക്ഷ്മത ആവശ്യപ്പെടുന്ന ജോലികൾക്കും സജ്ജരാണ് ഇവർ. GNP അഥവാ ഗുഡ് നഴ്സറി പ്രാക്ടീസസ് സർട്ടിഫിക്കേഷനുള്ള ഫാമാണ് രായിരത്ത് നഴ്സറി. ഇതിന്റെ എല്ലാമായ സുധാകരൻ തന്റെ വിഷയത്തിൽ അസാമാന്യ പ്രാഗൽഭ്യം കൈയാളുന്ന വ്യക്തിത്വമാണ്. കാർഷിക കോളേജ് വിദ്യാർത്ഥികൾക്ക് ഔഷധ സസ്യ കൃഷിയെക്കുറിച്ച് ക്ലാസുകൾ എടുക്കാറുണ്ട്. അഗ്രി MBA വിദ്യാർത്ഥികൾക്ക് നഴ്സറി വികസനത്തെക്കുറിച്ച് ക്ലാസ് എടുത്തിട്ടുണ്ട്. നമുക്കിനി ശരിയായ ഔഷധ സസ്യങ്ങളെ പറ്റി അറിയാവുന്ന 2-3 കുറേ ഉണ്ട്. ഞാൻ 1-2 എക്സാമ്പിൾ പറയാം. നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ കസ്തൂരി മഞ്ഞൾ എല്ലാവരും ധരിക്കണ ഒരിക്കലും മഞ്ഞ നിറമല്ല. മഞ്ഞൾ എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറമാണ് വരിക. പക്ഷെ ഒരിക്കലും കസ്തൂരി മഞ്ഞൾ മഞ്ഞ നിറമല്ല. വെണ്ണയുടെ നിറവും കർപ്പൂരത്തിൻ്റെ മണമാണ്. അപ്പോൾ ആ കസ്തൂരി മഞ്ഞൾ കുറച്ച് റെയറാണ്. അതൊക്കെ ഞങ്ങളിവിടെ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള പതിമുഖം നമ്മുടെ കേരളത്തിൽ ഒറ്റ സ്ഥലത്ത് പതിമുഖം ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം പതിമുഖം എന്ന് പറയുന്നത് പ്രൂണസ് സെറാസോയിഡിസ് എന്ന് പറഞ്ഞ പതിമുഖം റോസേസി ഫാമിലിയിലുള്ളതാണ്. റോസേസി എന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെ കുടുംബമാണ് ഈ റോസേസി. അതൊരിക്കലും നമ്മുടെ ക്ലൈമറ്റിൽ, ഈ കേരളത്തിൻ്റെ ക്ലൈമറ്റിന് വളരില്ല. നമ്മുടെ ഇവിടെ കാണുന്നത് സിസാൽപേനിയ സപ്പൻ, സിസാൽപേനിയസ് ഫാമിലിയിലുള്ള ചപ്പങ്ങാണ് നമ്മുടെ അവിടെ ഉണ്ടാവുന്നത്. പക്ഷേ എൻ്റെ ക്യാരക്ടേഴ്സൊക്കെ എല്ലാം സെയിമാണ്. അപ്പോൾ ഈ ശരിയായ ചില ഔഷധ സസ്യങ്ങളെ പറ്റി പറഞ്ഞ പോലെ തന്നെ റയറായിട്ടുള്ള ചില പ്ലാന്റ്സുകളുണ്ട് നമുക്കിവിടെ. അത് അപൂർവം, കുറച്ച് ഒത്തിരി പ്ലാന്റ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അതിൽ റയറായിട്ടുള്ള ഇപ്പോൾ ചുവന്ന കറ്റാർവാഴ എന്ന് പറഞ്ഞാൽ ചെങ്കുമാരി എന്നൊക്കെ പറയും നമ്മൾ. അതിൻ്റെ ജെല്ല് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ റെഡിഷ് കളറാണ്. അത് ക്യാൻസറിനെ ഒരിക്കലും അതിനെ പ്രിവെൻറ്റ് ചെയ്യുക, നോട്ട് ക്യൂർ. പ്രിവെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ചെയ്യുന്നതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യും. കറ്റാർവാഴ അല്ലെങ്കിലും ഇതെല്ലാം പ്രിവെൻറ്റീവ് ആണ്. പക്ഷേ അതിലൊക്കെ അഡ്വാൻസാണ് ഈ ചെങ്കുമാരി എന്ന് പറഞ്ഞ ചുവന്ന കറ്റാർവാഴ. പിന്നെ നമുക്ക് കാണുന്നത് നമ്മളിപ്പോൾ കോസ്റ്റ്ലി പെർഫ്യൂം, നമ്മൾ ഗൾഫ് നാടുകളിൽ, അറബി നാടുകളിലൊക്കെ കാണുന്ന ഊദ്, അക്യുലേറി അഗലോച്ച എന്ന് പറഞ്ഞ പ്ലാന്റ്, അത് ഇന്ത്യയിൽ വെളിയിലേക്ക് അത് ബാൻ ചെയ്തിരിക്കുകയാണ്. കാരണം അത് ആസാം, ബംഗാൾ കാടുകളിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അതിപ്പോൾ കേരളത്തിലും വളരും. 10 കൊല്ലം മുമ്പൊക്കെ ഞാൻ ബൾക്ക് കേരളത്തിലേക്ക് സപ്ലൈ ചെയ്തിട്ടുള്ള ആളാണ്. അതെന്താ വെച്ചാൽ ഈ മരം അക്യുലേറി അഗലോച്ച എന്ന മരം ഒരു 7-8 വർഷമാകുമ്പോൾ അതിനോട് ഒരു ഫംഗസിന് ഭയങ്കര താല്പര്യമാണ്. ഫിലോഫോറ പാരസൈറ്റിക്ക എന്നൊരു ഫംഗസ്. ആ ഫംഗസ് വിള്ളൽ കൂടെ ഉള്ളിൽ കടന്ന് ഈ മരത്തിൻ്റെ ഹാർട്ട് വുഡ് കാർന്ന് നിന്ന് ആ മരത്തിനെ നിർത്തി ഉണക്കും. അപ്പോൾ നിർത്തി ഉണക്കിയ മരത്തിനാണ് ഇന്ന് റേറ്റ്. പച്ചക്കുള്ള മരത്തിന് നമുക്ക് വിലയൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഫംഗൽ അറ്റാക്ക് വന്നിട്ടുള്ള ആ മരം ഇന്ത്യയിൽ ഒരു കിലോന് 50,000 രൂപ വിലയാണ്. അതൊന്ന് പ്രത്യേക രീതിയിൽ ട്രൈറ്റേറ്റ് ചെയ്തിട്ടാണ് ഇതുപോലെ അഗർവുഡ് എന്നാണ് പറയുക, അഗർന്ന് ഉണ്ടാക്കുന്നത്. ഈ കോസ്റ്റ്ലി പെർഫ്യൂം ഉണ്ടാക്കുന്നത് ഒരു ഡ്രോപ്പിന് തന്നെ റിയലായിട്ടുള്ള ഇതിന് 10,000 രൂപയൊക്കെ വില മേടിക്കുന്നത്. കാരണം ഒരാഴ്ചയൊക്കെ നിൽക്കും അതിൻ്റെ സ്മെല്ല്. സ്കൂളുകളിലും കോളേജുകളിലും വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലും
ഹെർബൽ പാർക്കുകൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹൈലി പ്രോഫിറ്റബിളായിട്ട് ഇന്ന് ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഏക്കറക്കണക്കിന് സ്ഥലത്ത് കൃഷി ചെയ്യുന്ന മീലിയ ഡൂബിയ, മലവേപ്പ്, കാട്ടുകടുക്ക എന്നറിയപ്പെടുന്ന ഏറ്റവും ഹൈലി പ്രോഫിറ്റബിളാണ്. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്കനുസരിച്ച് ഏകദേശം 9 കൊല്ലം കൊണ്ട് ഒരു ഏക്കറിൽ നിന്ന് 75 lakhs പ്രോഫിറ്റ്. ഈ ലാക്സ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായി അവരുണ്ടാക്കിയ ഒരു ഡാറ്റയാണ്. അപ്പോൾ നമ്മൾ ഒരു ഏക്കറിൽ ഏകദേശം ഒരു 1200 മരം. കാരണം ഇതിൽ 2 കാര്യമാണ് ആലോചിക്കേണ്ടത്. ഒന്നാമതൊരു മണ്ണ് നന്നായി ഇളകണം, പിന്നെ വളരെ അടുത്ത് കൃഷി ചെയ്യണം. 6 അടി അകലത്തിൽ നടണം, എന്നാലേ ഈ മരം സ്ട്രെയിറ്റ് ആയിട്ട് പോവുള്ളൂ. അങ്ങനെ 1200 മരം ഈ 6 അടി അകലത്തിൽ നട്ട് ആദ്യത്തെ 3-ാമത്തെ കൊല്ലം 30% കട്ട് ചെയ്യണം. പിന്നത്തെ 3-ാമത്തെ കൊല്ലം കഴിയുമ്പോൾ ആ ബാക്കിയുള്ള 30%, അപ്പോൾ 60% ആയി. ഇതിൻ്റെ മെയിൻ യൂസേജ് എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ പേപ്പർ പൾപ്പ്, പ്ലൈവുഡ്, അത്തരം കാര്യങ്ങളിൽ, അത്തരം സോഫ്റ്റ് വുഡ് സംബന്ധമായ കാര്യങ്ങളിൽ ഉപയോഗിക്കാനാണ് ഇത് പോണത്. പക്ഷേ ഇന്ന് മുള കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ഗ്രോയിങ് ആണത്. അതാണ് ഇതിൻ്റെ ഏറ്റവും മെച്ചം. നിരവധി പുരസ്കാരങ്ങളും ഇതിനകം രായിരത്ത് ഗാർഡൻസിന്റെ മികവിനെ തേടി എത്തിയിട്ടുണ്ട്. 2017 വർഷത്തെ സംസ്ഥാന അവാർഡും ദേശീയ തലത്തിലുള്ള അംബേദ്കർ പുരസ്കാരവും ഇതിൽ ഉൾപ്പെടുന്നു. 2017-18 കാലഘട്ടത്തിലാണ് എനിക്ക് കേരള ഗവൺമെൻറ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റവും നല്ല കമേഴ്സ്യൽ നേഴ്സറിയുടെ സ്റ്റേറ്റ് അവാർഡിനെ എന്നെ തിരഞ്ഞെടുത്തത്. ഈ സ്റ്റേറ്റ് അവാർഡിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അവരുടെ ആൾക്കാർ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. അവർ ഇപ്പോൾ എത്രയോ ഏകദേശം 2000 നഴ്സറികളോളം കേരളത്തിലുണ്ടെന്നാണ് എൻ്റെ അറിവ്. അതിൽ നിന്നാണ് ഫസ്റ്റ് ഒരാളെ തിരഞ്ഞെടുക്കുന്നത്. ഈ ചെടികൾ സപ്ലൈ ചെയ്യുക, ഒത്തിരി തരം ചെടികൾ ഉൽപ്പാദിപ്പിക്കുക, അതൊക്കെ സപ്ലൈ ചെയ്തതിന് മാത്രമല്ല അവർ കാണുന്നത്. കാരണം നമ്മൾ സമൂഹത്തിന് എന്ത് കൊടുത്തു, സമൂഹത്തിന് എന്ത് നമ്മൾ ചെയ്തു, അതിനെയൊക്കെ മെയിനായിട്ട് കാര്യം എടുത്തുകൊണ്ടാണ്. കാരണം ഇപ്പോൾ ഇവിടെ ഒത്തിരി പേർക്ക് ക്ലാസ് ഉണ്ട്. അഗ്രികൾച്ചർ BSc സ്റ്റുഡൻസിനുണ്ട്, MSc സ്റ്റുഡൻസിനുണ്ട്, ആയുർവേദ ഡോക്ടേഴ്സ് ആവുമ്പോൾ കുട്ടികൾക്കുള്ള ക്ലാസ് ഉണ്ട്, കുടുംബശ്രീക്ക് ട്രെയിനിങ് ഉണ്ട്, ഇന്ത്യയിലെ IFSകാർക്ക് ഇവിടെ ട്രെയിനിങ്ങും ക്ലാസ്സും കൊടുക്കുന്ന സ്ഥലമാണ്. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി സ്ഥലത്ത് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. യൂണിവേഴ്സിറ്റി പോയിട്ട് ഗസ്റ്റ് ലെക്ചറായിട്ട് ഞാൻ അവർക്ക് ക്ലാസ് കൊടുക്കാറുണ്ട്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. പിന്നെ ഹൈലി പ്രോഫിറ്റബിളായി കൾട്ടിവേഷൻ എന്തൊക്കെ ചെയ്യാം, എവിടെയൊക്കെ ചെയ്യാം, ഏത് തരത്തിലുള്ള സ്ഥലങ്ങളിൽ ചെയ്യാമെന്നതിനെ പറ്റിയിട്ട് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെ മൊത്തം വിത്ത് എവിഡൻസ്, അവരുടെയൊക്കെ എവിഡൻസ് വെരിഫൈ ചെയ്ത് നമ്മുടെ കപ്പാസിറ്റി മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു അവാർഡിന് തിരഞ്ഞെടുക്കുന്നത്. അതുകൂടാതെ സർക്കാരിന് വേണ്ടിയിട്ട്, ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ഒത്തിരി ഹെർബൽ പാർക്കുകൾ ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടും കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടും കേരളത്തിലെ ഹെർബൽ മ്യൂസിയങ്ങൾ ഒത്തിരി സ്ഥലത്ത് ഡിസൈൻഡ് ആൻഡ് കൺസ്ട്രക്റ്റഡ് ബൈ രായിരത്ത് ഗാർഡൻസ്. നിങ്ങൾക്ക് അവിടെ ചെന്ന ബോർഡുകൾ കാണാം. ഇപ്പോൾ എൻ്റെ പഞ്ചായത്തിൽ, പാണഞ്ചേരി പഞ്ചായത്തിലെ ഏറ്റവും വലിയ തൃശ്ശൂർ ജില്ലയിലെ ഹെർബൽ മ്യൂസിയം ചെയ്തിട്ടുണ്ട്. അങ്ങനെ കേരളത്തിലെ മിക്ക സ്ഥലങ്ങളിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടും ഒത്തിരിയധികം ഹെർബൽ മ്യൂസിയങ്ങൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്.